നമ്മളിവിടെ വെണ്ടർ പേയ്മെൻറ്റ് എങ്ങനെ നടത്താൻ നോക്കുക. ഉദാഹരണത്തിന് ഇവിടെ ഒരു 3 ബില്ല് കൂടിയിട്ട് 10,500 ഉണ്ട്. 10,500 അതിൽ നമ്മളൊരു 10,000 നമ്മളിവിടെ പേ ചെയ്യുന്നു. ഈ കമ്പനിക്ക് മോസ്ട്രാക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് 10,000 അടക്കുന്നു. നോക്കാം. അക്കൗണ്ടിങ്ങിൽ പോകുന്നു. റിപ്പോർട്ടിൽ ഏജ്ഡ് പേയബിൾ എടുത്തിട്ട് നമ്മളൊന്ന് കൺഫേം ചെയ്യുന്നു. ഇപ്പോൾ 10,500 ഉണ്ട്. 3 ഇൻവോയ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി വെണ്ടറിൽ പോവുക, പേയ്മെൻറ്റ് എടുക്കുക. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാണ്. ന്യൂ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ 10,000 മോസ്ട്രാക്ക്, അതായത് വെണ്ടർ ഏത് വെണ്ടർക്കാണോ ആ വെണ്ടർ സെലക്ട് ചെയ്യാം. ശേഷം 10,000 ആണ് കൊടുക്കുന്നത്, 10,000 അടിക്കുക. ഓക്കെ, കൺഫേം അടിക്കുക. കൺഫേം അടിച്ചു കഴിഞ്ഞാൽ വലതുവശത്ത് പേയ്മെൻറ്റ് മാച്ചിങ് തൊട്ട് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. പേയ്മെൻറ്റ് മാച്ചിങ് ക്ലിക്ക് ചെയ്താൽ മോസ്ട്രാക്ക് അവിടെ ഉണ്ട്. ആ മോസ്ട്രാക്കിന് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് പേയ്മെൻറ്റ്, നമ്മൾ അടച്ച പേയ്മെൻറ്റ് 10,000 കാണിക്കുന്നത് ടിക്ക് ചെയ്യുക. പിന്നെ ഏതൊക്കെ പേയ്മെൻറ്റ് എഗേൻസ്റ്റ് ആണ്, ഏതൊക്കെ ഇൻവോയ്സിന് എഗേൻസ്റ്റ് ആണ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവൈലബിൾ ബാലൻസ് വലതുവശത്ത് കാണും. ഇതൊക്കെ കഴിഞ്ഞ ശേഷം റിക്കൺസൈൽ ക്ലിക്ക് ചെയ്യുക. റിക്കൺസൈൽ ക്ലിക്ക് ചെയ്യുക. ഈ റിക്കൺസൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ 500 ബാക്കിയുണ്ട്. ആ 500 ബാക്കി ഇവിടെ അക്കൗണ്ടിൽ നമ്മൾ ഏത് ബാങ്കിൽ നിന്നാണ് പേയ്മെൻറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഇതിവിടെ ഈ വീഡിയോയിൽ ഞാൻ സെലക്ട് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ പാർഷ്യൽ പേയ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഓട്ടോ അലോ പാർഷ്യൽസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് റിക്കൺസിൽ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 500 റിപ്പോർട്ടിൽ പോയി നമ്മൾക്ക് ഏജ്ഡ് പേപ്പേഴ്സ് ഒന്നും കൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടച്ച 10,000 കഴിച്ച് 500 ബാക്കിയായിട്ട് കാണാം. നമ്മളത് അലോ പാർഷ്യൽസ് അനുവദിച്ചിട്ടില്ലെങ്കിൽ ഈ 500 റൈറ്റ് ഓഫ് ആയിട്ട് പോകും. ഓക്കെ, സെറ്റിൽ ചെയ്തായിട്ട് കാണും.